ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിച്ചു. എസ് ശ്രീകുമാറാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. മേലുദ്യോഗസ്ഥനായ എക്സിക്യൂട്ടീവ് ഓഫീസറുടെ നിർദ്ദേശപ്രകാരമാണ് മാസറിൽ ഒപ്പിട്ടതെന്ന് ശ്രീകുമാർ കോടതിയിൽ. സ്വർണം പൂശാനുള്ള തീരുമാനം താൻ സ്ഥാനമേൽക്കുന്നതിന് മുൻപെടുത്തതെന്നും ശ്രീകുമാർ കോടതിയെ അറിയിച്ചു. കേസിലെ 6ാം പ്രതിയാണ് ശ്രീകുമാർ. അഹമ്മദ് മുസ്തഫ ചേരുന്നു. മുസ്തഫ, എന്താണ് ഈ ശ്രീകുമാറിന്റെ ഹർജിയിലുള്ളത്? ധന്യ ഇപ്പൊ പറഞ്ഞതുപോലെ 6ാം പ്രതിയാണ്. SITയുടെ കേസിൽ 6ാം പ്രതിയാണ് ശ്രീകുമാർ. സ്വാഭാവികമായും കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായി വ്യത്യസ്തങ്ങളായ അറസ്റ്റ് നടക്കുന്നു. തന്നെയും അറസ്റ്റ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. പക്ഷെ താൻ കുറ്റമൊന്നും ചെയ്തിട്ടില്ല. തന്റെ മേലുദ്യോഗസ്ഥനായ ഓഫീസർ പറഞ്ഞതനുസരിച്ചാണ് അതുമായി ബന്ധപ്പെട്ട് ആ മഹസറിൽ ഒപ്പിട്ടത്. ഈ നേരത്തെ അറിയാം, മഹസറിൽ ഈ ചെമ്പാണെന്ന് രേഖപ്പെടുത്തുകയും അത് കൊണ്ടുപോവുകയും ഒക്കെ ചെയ്തതൊരു ആസൂത്രിത ശ്രമത്തിന്റെ ഭാഗമാണെന്ന് കോടതി തന്നെ നിരീക്ഷിച്ചിരുന്നു. അതുകൊണ്ട് അത്തരം കൾപ്രിറ്റുകളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നാണ് SITക്കുള്ള പ്രധാനപ്പെട്ട നിർദ്ദേശം. ആസൂത്രണത്തിൽ ആരൊക്കെ പങ്കെടുത്തു, ഇവരുടെയൊക്കെ പേര് അന്ന് ഹൈക്കോടതി ഉത്തരവിൽ തന്നെ വ്യക്തമാക്കിയതുമാണ്. എന്തായാലും SIT FIRനും ഇവരുടെ പേര് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ശ്രീകുമാർ നേരത്തെ സെഷൻസ് കോടതിയെ സമീപിക്കുകയും അവിടുന്ന് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുകയും ചെയ്തൊരു സാഹചര്യത്തിൽ ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ് ഈ ശ്രീകുമാർ പറയുന്നത്. ഒന്ന്, തന്റെ മേലുദ്യോഗസ്ഥൻ തനിക്കൊരു നിർദ്ദേശം നൽകി, അതുകൊണ്ട് അതിനകത്ത് ഒപ്പിട്ടു. മാത്രമല്ല, അമൂല്യ വസ്തുക്കളുടെ ചുമതല തനിക്കല്ല, ആ ചുമതലയുണ്ടായ ഒരാൾ ഒപ്പിടാൻ നിർദ്ദേശിച്ചു എന്നത് മാത്രമാണ്. അതുകൊണ്ട് ആ നിർദ്ദേശം പാലിക്കുക മാത്രമാണ് ചെയ്തത്. മാത്രമല്ല, താൻ ചുമതല ഏറ്റെടുക്കുന്നതിന് മുമ്പ് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഈ സ്വർണം പൂശാനുള്ള തീരുമാനവും മറ്റു കാര്യങ്ങളൊക്കെ എടുത്തിരുന്നു. അതിനുശേഷമാണ് താൻ ആ ചുമതലയിലേക്ക് വരുന്നത്. അതുകൊണ്ട് മേലുദ്യോഗസ്ഥൻ പറഞ്ഞത് പ്രകാരം മാത്രമാണ് ചെയ്തത് എന്നാണ് ഇപ്പോൾ ഹർജിയിലെ ആവശ്യം. എന്തായാലും ഹൈക്കോടതി ഈ വിഷയത്തിൽ എന്ത് തീരുമാനമെടുക്കും എന്നൊരു കാര്യം കൂടിയാണ് ഇനി അറിയാനുള്ളത്. ധന്യ. ശരി മുസ്തഫ.